നമസ്കാരം. തലവേദന പല രീതിയിലുണ്ട്. അത് പല അസുഖത്തിൻ്റെ കാരണം കൊണ്ട് വരാം. അതിനകത്ത് ഒരു ടൈപ്പാണ് പാരോക്സിസമൽ ഹെഡേക്ക്. അപ്പോൾ ഈ പാരോക്സിസമൽ ഹെഡേക്കിൽ സാധാരണ ആ തലവേദന വന്നു കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റ്സേ കാണത്തുള്ളൂ, പക്ഷെ അടുപ്പിച്ചുണ്ടാവും. ഒരു 15-20 പ്രാവശ്യമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം നിൽക്കുമ്പോഴും ആ തലവേദന ഉണ്ടാവുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് മുതൽ 15-20 മിനിറ്റിനകത്ത് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കാണും. അങ്ങനെ ഒരു 20 പ്രാവശ്യമെങ്കിലും വരും ഒരു ദിവസത്തെ. ഒരുപാട് പ്രാവശ്യം വരും. ഇതാണ് ആ തലവേദനയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആ തലവേദന കൂടുതൽ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് തലവേദന മാത്രമല്ല, അതിന് കൂടെ ഒരു സൈഡ് ഫേസിൽ മാത്രം ഒരു നീര് പോലെ ഉണ്ടാവും, കണ്ണിലൊരു ചുമപ്പ് പോലെ ഉണ്ടാവും, ചിലപ്പോൾ കണ്ണിന് കുറച്ച് വെള്ളം പോലെ വരും. ഇതൊക്കെയാണ് തലവേദന കൂടാതെ ഉള്ള കംപ്ലയിൻറ്റ്സ്. അപ്പോൾ ഇതിന് ക്ലസ്റ്റർ ഹെഡേക്ക്, റീഡേഴ്സ് ഹെഡേക്ക്, അതുപോലെ ഒരു പ്രത്യേകം കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഒരു ഹൈപ്പോത്തസിസേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഇല്ല. പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്ലസ്റ്റർ ഹെഡേക്കോ റീഡേഴ്സ് ഹെഡേക്കോ വല്ല ഉണ്ടോ, അതിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനിൽ വരാൻ കാരണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് CT സ്കാൻ, MRA ഒക്കെ ചെയ്ത് അതല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ ഹെഡേക്കിന് ഒരു പ്രത്യേകം മരുന്നുണ്ട്, ഇൻഡോമെത്താസിൻ. അത് ഭയങ്കര എഫക്റ്റീവാണ്. സാധാ മൈഗ്രെയിനിന് കഴിക്കാനുള്ള മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇൻഡോമെത്താസിൻ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കരുത്. ബിക്കോസ് ഇതിന് സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. സൈഡ് എഫക്റ്റ് പ്രത്യേകിച്ച് കിഡ്നിയെ ബാധിക്കും. അത് എങ്ങനെ കഴിക്കണം, എത്ര ദിവസം കഴിക്കണം, അത് ഏത് രീതിയിൽ കഴിക്കണം എന്നെല്ലാം നിങ്ങളുടെ ഫാമിലി ഡോക്ടർ പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരോക്സിസമൽ ഹെഡേക്ക് മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.